ലോ ലോ കളർ അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഇരിക്കുന്നത് എന്തിനെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ബിഡ് ആൻഡ് ആസ്ക്. ഓക്കെ, ബിഡ് സെല്ലറിനെ സൂചിപ്പിക്കുന്നു, ആസ്ക് വന്നിട്ട് ബയ്യറിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ ബിഡ് സൈഡ്, അതായത് ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ ബിഡ് ആസ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബിഡ് സൈഡിൽ വരുന്നത് സെല്ലറിനെയാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത് സെല്ലേഴ്സിനെയാണ്. അപ്പോൾ സെല്ലേഴ്സിന് ലെഫ്റ്റ് സൈഡിൽ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂഷൻ വോളിയം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡാർക്ക് റെഡ് നമുക്ക് കാണാനായിട്ട് പറ്റും, ഡാർക്കായിട്ടുള്ള റെഡ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബയ്യറിനെ സൂചിപ്പിക്കുന്നത് ആസ്കിലാണ്. ആസ്ക് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡാണ് ബയ്യറിനെ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡ് ബയ്യേഴ്സിൻ്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 62, 253, അതിന് 228, ഇങ്ങനെ ബയ്യേഴ്സിൻ്റെ അളവ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡാർക്ക് ഗ്രീൻ കാണാനുള്ള ചാൻസ് ഉണ്ടാകും. ഡാർക്ക് ഗ്രീൻ സൂചിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബയ്യേഴ്സിൻ്റെ വോളിയം അവിടെ വളരെയധികം കൂടുതലുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ കാണിക്കാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതൊന്ന് വായിക്കുകയാണെങ്കിൽ ഇൻബാലൻസിനുള്ള ചാൻസസ് അവിടെ വളരെയധികം കൂടുതലായിരിക്കും.